നിറയ്ക്കുമേ. ഈ മഹാവ്യാധിയും നീങ്ങി പോകുമേ. ഈ മഹാവ്യാധിയും നീങ്ങി പോകുമേ. ഭൂമി മുഴുവൻ തേജസ്സാൽ നിറയുമേ. ഭൂമി മുഴുവൻ തേജസ്സാൽ നിറയുമേ. കർത്താവിൻ്റെ വന്ദിനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കർത്താവ് ചെയ്ത ചിലരുടെ ലൈഫിൽ ചെയ്ത അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങളും അത്ഭുതവുമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ആദ്യമായിട്ട് മൺട്രോത്തുരത്തിൽ നിന്നും സുലോചന എന്ന പേരുള്ള സിസ്റ്ററാണ് സാക്ഷ്യം പങ്കുവെക്കുന്നത്. ഈ സിസ്റ്റർ പറയുന്നത് തൻ്റെ മകൻ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലായിരുന്നു. അങ്ങനെ ആ മകളെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായത് ഫാറ്റി ലിവറുണ്ട്, അതേപോലെ തൈറോയിഡിന് പ്രശ്നമുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. ഡോക്ടേഴ്സ് പറഞ്ഞു അതുകൊണ്ട് കുഞ്ഞുങ്ങളുണ്ടാകുവാനുള്ള സാധ്യത വളരെ കുറവെന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ സിസ്റ്റർ സ്ഥിരമായി ചർച്ചിൽ വരികയും കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളോടൊപ്പം പ്രാർത്ഥിക്കുകയും അങ്ങനെ ദൂത് കേൾക്കുകയും ആലോചന പറയുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ സിസ്റ്റർ പറയുന്നത് തന്നോട് വ്യക്തിപരമായിട്ട് ഒരു കാര്യവും പറഞ്ഞൊന്നുമില്ല, പക്ഷെ താൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. എന്നാൽ അത്ഭുതകരമായി അവർ പറയുന്നത് തൻ്റെ മകൾ പ്രഗ്നൻ്റായി, തൻ്റെ മോൻ്റെ ഭാര്യ പ്രഗ്നൻ്റായി. അങ്ങനെ ദൈവത്തിൻ്റെ ഒരു അത്ഭുതം ആ വീട്ടിൽ നടന്നു. എന്നാൽ 7-ാം മാസമാകുമ്പോൾ വയറുവേദനയെ തുടർന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പറഞ്ഞത് കുഞ്ഞിന് വളരെ വെയിറ്റ് കുറവാണ്, കുഞ്ഞിനെ പുറത്തെടുക്കണം എന്ന സ്ഥിതിയിലേക്ക് ഹോസ്പിറ്റലുകാരെത്തി. അങ്ങനെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. എന്നാൽ അവിടെയും ഈ സിസ്റ്റർ വിശ്വാസത്തോടെ മിറക്കിൾസ് ആൻഡ് നോർമൽ വിളിച്ച് പ്രാർത്ഥിക്കാനിടയായി. ഈ കുടുംബം പറയുന്നത് അവർ അവിടെ നിന്ന് തിരിച്ചു വന്നു, യാതൊരു പ്രയാസവും കൂടാതെ വീട്ടിലെത്തിച്ചേർന്നു. മാസം തികഞ്ഞ് ഒരു നോർമൽ ഡെലിവറിയിൽ ആരോഗ്യമുള്ള അല്ലെങ്കിൽ വെയിറ്റ് കുറവെന്ന് പറഞ്ഞെടുത്ത് 3.5 കിലോയോളമുള്ള ഒരു കുഞ്ഞിനെ പ്രസവിക്കുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്തു എന്നാണ് പറയുന്നത്. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കാണാം. ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ സാക്ഷ്യം കാണുമ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങളില്ലാത്തവരാണ് അല്ലെങ്കിൽ അല്ല ഒരത്ഭുതത്തെ പ്രതീക്ഷിച്ചിട്ടാണ് ആയിരിക്കുന്നതെങ്കിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഇപ്പോൾ ചലിക്കുന്ന ദൈവശക്തി നിങ്ങളുടെ ലൈഫിലും ഒരത്ഭുതത്തെ കൊണ്ടുവരും. നമുക്ക് ആ സാക്ഷ്യത്തിലേക്ക് പോകാം. രണ്ട് വർഷമായിട്ട് മകന് കുഞ്ഞുങ്ങളില്ലായിരുന്നു. മോനും പറഞ്ഞു അമ്മ പ്രാർത്ഥിച്ചിട്ടും ഒന്നും നടക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു സമയമാകുമ്പം കർത്താവ് അത് ചെയ്തോളും മോനെ എന്ന് പറഞ്ഞു. ജോൺ ബ്രദർ കൊച്ചുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാനും അതേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. ജോൺ ബ്രദർ എന്നോട് ദൂത് പറഞ്ഞിട്ടില്ല, പക്ഷേ ജോൺ ബ്രദർ പറഞ്ഞ വാക്കുകളെല്ലാം എനിക്ക് വിശ്വാസം. ഡോക്ടർ പറഞ്ഞ് 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും മകള് പ്രഗ്നൻ്റായി. 7-ാം മാസത്തിൽ രാവിലെ മോക്ക് വയറുവേദനയായി. ഇങ്ങനെ വളർച്ചയില്ല, 1.5 കിലോയേ ഉള്ളൂ. ഇന്ന് തന്നെ ഡെലിവറി ഉണ്ട്. ഡോക്ടർ തന്നെ ആംബുലൻസ് റെഡിയാക്കി തന്നു, പൊയ്ക്കോളാൻ പറഞ്ഞു. പിന്നെ ചെക്ക് ചെയ്യുമ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ തൂക്കം കൂടുതലാണെന്ന് അറിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് വെയിറ്റ് കൂടുതലാണ്, അതുകൊണ്ട് നോർമൽ ഡെലിവറി നടക്കാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നോർമൽ ഡെലിവറി തന്നെ നടന്നു. 1.5 കിലോ വെയിറ്റുള്ള കുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞെടുത്ത് 3 കിലോ 450 ഗ്രാം വെയിറ്റുള്ള ഒരു കുഞ്ഞിനെ കറക്റ്റ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തുടർന്ന് നമ്മളൊരു അനുഗ്രഹിക്കപ്പെട്ട ടെസ്റ്റ് മണി കേൾക്കാൻ പോകുക. ആൻറ്റി പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലമായിട്ട് സ്വർഗം ചെയ്ത വലിയൊരു സാക്ഷ്യം നമ്മൾ കേൾക്കുക. നമുക്ക് പ്രാർത്ഥനയോടെ സാക്ഷ്യം കേൾക്കാം. ആൻറ്റി പറഞ്ഞാട്ട് പേര്? എൻ്റെ പേര് സുലോചന. മൺട്രോത്തുരത്ത് എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. എന്ത് പ്രയാസമാണ് അല്ലെങ്കിൽ എന്താ ആൻറ്റി പ്രാർത്ഥിച്ച വിഷയം? എൻ്റെ മകൻ്റെ വിവാഹം കഴിഞ്ഞു. 2 വർഷമായിട്ട് മകന് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ മകൾക്ക് ടെസ്റ്റ് നടത്തിയപ്പോൾ തൈറോയിഡ് കൂടുതലും കരളിൽ കൊഴുപ്പ് കൂടുതലുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക്
ബുദ്ധിമുട്ടാണ്, കുഞ്ഞുണ്ടാകാൻ ബുദ്ധിമുട്ടാണ് എന്ന് ഡോക്ടർ പറഞ്ഞു. ഓക്കെ. അങ്ങനെ ഞാൻ അത് കേട്ടപ്പോൾ എനിക്ക് വിഷമമൊന്നും ഉണ്ടായില്ല. അതറിഞ്ഞവരൊക്കെ പറഞ്ഞു. വിഷമം ഉണ്ടായത് ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ചർച്ചിൽ വരുന്നു, പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ വിഷമം ഉണ്ടാകത്തില്ല. അങ്ങനെ എനിക്ക് സന്തോഷിച്ചതേ ഉള്ളൂ ഞാൻ. അപ്പം അത് അറിഞ്ഞവരൊക്കെ എന്നോട് പറഞ്ഞു, അങ്ങനെ ആണെങ്കിൽ ബുദ്ധിമുട്ടാണ്, അങ്ങനെയുള്ളവർക്കൊക്കെ കൊച്ചുങ്ങളുണ്ടായിട്ടില്ല എന്നായിരുന്നു എന്നോട് പറഞ്ഞിരുന്നത്. ഞാനങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ജോൺ ബ്രദർ കൊച്ചുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാനും അതേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. ആർക്കെങ്കിലും വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ആന്റി അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ മകന് കുഞ്ഞ് ഉണ്ടാകാൻ കർത്താവ് കുഞ്ഞിന് തരുമെന്ന്. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും മകള് പ്രഗ്നന്റ് ആയി. അതായത് ആന്റി പറയുന്നത് ജോൺ ബ്രദർ വ്യക്തിപരമായി ആന്റിയുടെ ദൂതൊന്നും പറഞ്ഞില്ല. വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ വീട്ടിൽ ചെല്ലുമ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ മോള് പ്രഗ്നന്റ് ആയി. 7 മാസം വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. 7-ാം മാസത്തിൽ ഒരു ദിവസം രാവിലെ മോക്ക് വയറുവേദനയായി. അപ്പോൾ ഇവിടെ കൊല്ലത്ത് കൊണ്ടുചെന്നു. അപ്പോഴവിടെ അവർ ടെസ്റ്റൊക്കെ ചെയ്തു. സന്ധ്യയായപ്പം പറഞ്ഞു, മോൾക്ക് 7 മാസമേ ആയുള്ളൂ, കുഞ്ഞിന് വളർച്ചയില്ല, 1.5 കിലോയേ ഉള്ളൂ, ഇന്ന് തന്നെ ഡെലിവറി ഉണ്ട്, അതുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് ഇപ്പം തന്നെ കൊണ്ടുപോകണം. അങ്ങനൊരു അന്നേരം തന്നെ ഡെലിവറി ഉണ്ടെന്നുള്ള റിപ്പോർട്ട് എഴുതി തന്നു. ഡോക്ടർ തന്നെ ആംബുലൻസ് റെഡിയാക്കി തന്നു, പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടൻ തന്നെ മിറക്കിൾസ് ആൻഡ് നോർമലിൽ വിളിച്ചിട്ട് ഞാൻ അപ്പം ഒരു സിസ്റ്റർ ഫോൺ എടുത്തു. അപ്പം ഞാൻ കാര്യം പറഞ്ഞു. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ വീഡിയോ കോളിൽ വിളിച്ചു. അപ്പം ഞാൻ മകളുടെ കാര്യം പറഞ്ഞു. അപ്പം ബ്രദർ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ ഒന്നുകൊണ്ടും പേടിക്കണ്ട, കർത്താവ് കൂടെയുണ്ട്, ധൈര്യമായിട്ട് പൊയ്ക്കോ, മോക്കൊരു കുഴപ്പവും വരത്തില്ല. അങ്ങനെ അവിടെ ചെന്നു. ഡോക്ടർമാർ ടെസ്റ്റുകളെല്ലാം ചെയ്തു. 3 ദിവസം അവിടെ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ട് സുഖമായിട്ട് വീട്ടിലേക്ക് വിട്ടു. ഇപ്പോൾ ഡെലിവറി ഇല്ല എന്ന് പറഞ്ഞു. ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. പിന്നെ തൊട്ട് സ്കാൻ ചെയ്യുമ്പോഴെല്ലാം കുഞ്ഞിന് വെയിറ്റ് കൂടുതലാണ്, തൂക്ക കൂടുതലാണെന്നുള്ള റിസൾട്ടാണ് ഞങ്ങൾക്ക് വന്നുകൊണ്ടിരുന്നത്. 1.5 കിലോ ഉള്ള കുഞ്ഞ് പ്രസവിക്കുമെന്ന് പറഞ്ഞത് അല്ലേ, ഡെലിവറി നടക്കുമെന്ന് പറഞ്ഞത്. കുഞ്ഞിന് തൂക്കം കൂടുതലാണെന്നുള്ള റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത്. തൂക്കം കുറവിൽ നിന്ന് പിന്നെ ചെക്ക് ചെയ്യുമ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ തൂക്കം കൂടുതലാണെന്ന് അറിഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഡെലിവറി ഡേറ്റ് ആയപ്പോൾ ഇവിടെ കൊല്ലത്ത് തന്നെ അഡ്മിറ്റായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിന് വെയിറ്റ് കൂടുതലാണ്, അതുകൊണ്ട് നോർമൽ ഡെലിവറി നടക്കാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞു. ഞാൻ ജീസസ് ടൈമിൽ വിളിച്ചു. ഞാൻ പറഞ്ഞു, നോർമൽ ഡെലിവറി തന്നെ വേണം കർത്താവ്. അങ്ങനെ നോർമൽ ഡെലിവറി തന്നെ നടന്നു. അങ്ങനെ 1.5 കിലോ വെയിറ്റുള്ള കുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞെടുത്ത് 3 കിലോ 450 ഗ്രാം വെയിറ്റുള്ള ഒരു കുഞ്ഞിനെ ഏകദേശം 2 കിലോ കൂടി അല്ലേ. ആ കുഞ്ഞാണ് ഈ കരത്തിലിരിക്കുന്നത്. കരങ്ങളടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. പിന്നെ മകൻ്റെ ഒരു സാക്ഷിയുണ്ട്. മകന് 3-4 വർഷങ്ങളായിട്ട് ജോലിയില്ലാതെ ഭാരപ്പെടുകയായിരുന്നു. ഞാൻ പല ജോലിക്ക് വേണ്ടി മോൻ ശ്രമിച്ചു. ഇൻ്റർവ്യൂകളെല്ലാം പാസ്സാകുകയൊക്കെ ചെയ്യും. ഒരിടത്ത് ജോലിക്കായിട്ട് പോയി, എന്നിട്ടെല്ലാം പരാജയപ്പെട്ടു. ഞാൻ 2.5 ലക്ഷം രൂപ കൊടുത്തു. അത് പറ്റിക്കലായിരുന്നെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. പിന്നീടാണ് അത് അറിഞ്ഞത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇനി ആ പൈസ കിട്ടത്തില്ല എന്ന്. പക്ഷെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു, സങ്കടപ്പെട്ടു. ആ പൈസയും തിരികെ കിട്ടി. ഈ വർഷം മോനെ അനുഗ്രഹിക്കപ്പെട്ടൊരു ജോലി ഒരു കുവൈറ്റിലൊരു കമ്പനിയിൽ കിട്ടി. മോൻ ആ ജോലിയിലാണ്. കർത്താവ് ഒരുപാട്. ആന്റി എന്നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞായിരുന്നു, എല്ലാവരും ചോദിച്ചു ചർച്ചിൽ പോയിട്ട് ഒന്നും നടക്കുന്നില്ലല്ലോ. മകൻ്റെ ജോലിക്കാരും എല്ലാവരും പോയിട്ട് പറഞ്ഞിട്ട് ചർച്ചിൽ പോയിട്ട് ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കുകയും ഞാൻ പറയും, മോനും പറഞ്ഞു അമ്മ പ്രാർത്ഥിച്ചിട്ടും ഒന്നും നടക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു സമയമാകുമ്പം കർത്താവ് അത് ചെയ്തോളും മോനെ എന്ന് പറഞ്ഞു. ഇപ്പൊ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലിയിലാണ് മോൻ. അനുഗ്രഹിക്കപ്പെട്ട ജോലി ലഭിച്ച് ഒരു കൂട്ടം സാക്ഷ്യങ്ങളുണ്ട്. എന്നാൽ ജോൺ ബ്രദർ എന്നോട് ദൂത് പറഞ്ഞിട്ടില്ല. പക്ഷേ ജോൺ ബ്രദർ പറഞ്ഞ വാക്കുകളെല്ലാം എനിക്ക് വിശ്വാസം. ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലായി വിശ്വസിക്കുന്നു. നമ്മളെ കാണുന്ന അല്ലെങ്കിൽ ആ വ്യക്തികളോട് എന്താ പറയാനുള്ളത്? വ്യക്തികളോട് പറയാനുള്ളത്, ജോൺ ബ്രദർ പറഞ്ഞ വാക്കുകളൊക്കെ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടും പ്രാർത്ഥിക്കുന്നത് കൊണ്ടും എനിക്ക് ഓരോ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു.
തുടർച്ചയായിട്ട് ഓരോ അത്ഭുതങ്ങൾ സ്വർഗം ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് മറിഞ്ഞു വീണ് കാലിന് പൊട്ടലുണ്ടായിരുന്നു. അപ്പം പ്ലാസ്റ്റർ ഇട്ട് 1 മാസം കിടക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ജീസസ് ടൈമിൽ വിളിച്ചിട്ട് പറഞ്ഞു, പറ്റത്തില്ല, 1 മാസം കിടക്കാൻ പറ്റത്തില്ല, എനിക്ക് പ്രാർത്ഥിച്ചു. 10 ദിവസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് തന്നെ അതെടുത്ത് കളഞ്ഞിട്ട് ജോലിക്ക് പോകാൻ തുടങ്ങി. ഒരു കൂട്ടം സാക്ഷ്യങ്ങളാണ് എനിക്കുള്ളത്. ഈ ആൻറ്റിയുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്ത ഒരു കൂട്ടം സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു. ഒരു സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, ആ സാക്ഷ്യം നമ്മൾ നോക്കി പ്രവചിക്കുക. അത് വിളിച്ചു പറയുന്നത് ഈ ആൻറ്റിയുടെ ജീവിതത്തിനകത്ത് ചെയ്ത കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിലും അത് ചെയ്യാൻ വലിയൊരു ഉദ്ദേശമുണ്ട്. അങ്ങനെയെങ്കിൽ ആ വിധത്തിൽ തന്നെ ആൻറ്റിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി എന്നെ പോലെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും കാണുന്നവരോട് വിശ്വസിക്കുകയും അല്ലേ ഇതുപോലെ പ്രാർത്ഥിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിനകത്തും ജോൺ ബ്രദറെ വിളിച്ചില്ല, ദൂത് പറഞ്ഞില്ല എന്നൊന്നും വിഷമം വേണ്ട. എനിക്കുള്ള അനുഭവം പോലെ ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ. ജോൺ ബ്രദർ വിളിച്ചില്ല, പിന്നെ ദൂത് പറഞ്ഞില്ല എന്നൊന്നും ഉള്ള വിഷമം വേണ്ട. എനിക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് അനുഭവങ്ങൾ വചനത്തെ സ്വീകരിച്ചാൽ മതി. ദൈവത്തിൻ്റെ കൃപ എത്ര വലുതാണ്. ലോകം പറഞ്ഞെടുത്ത് അല്ലെങ്കിൽ അനർത്ഥം പറഞ്ഞെടുത്തൊക്കെ ദൈവം എത്രയോ ശ്രേഷ്ഠമായ കുടുംബത്തെ കരുതുവാനിടയായി. എന്നാൽ അടുത്ത സാക്ഷ്യം ആലത്ര എന്ന സ്ഥലത്തു നിന്നും സെൽവൻ എന്ന പേരുള്ള ഈ ബ്രദറാണ്. ഇത് നമുക്ക് കേട്ടാൽ വളരെ അത്ഭുതകരമായി തോന്നും. ഈ ബ്രദർ പറയുന്നത് താൻ ഗ്യാസ് കമ്പനിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഗ്യാസ് സിലിണ്ടറുകൾ കൊണ്ടു കൊടുക്കുന്ന ഒരു ജോലിയായിരുന്നു തനിക്കുണ്ടായിരുന്നത്. എന്നാൽ 12 വർഷത്തോളമായിട്ട് താൻ ഒരു സ്വഭാവത്തിനടിമയായിരുന്നു. അതായത് താൻ സ്ഥിരമായി ലോട്ടറി എടുക്കുന്ന ഒരു സ്വഭാവം തനിക്കുണ്ടായിരുന്നു. ഈ ബ്രദർ പറയുന്നത് ഈ സിലിണ്ടർ വിറ്റ് കിട്ടുന്ന പൈസ എടുത്തിട്ട് ദിവസം ചിലപ്പോൾ 5000 രൂപയോളം താൻ ചിലവാക്കി ലോട്ടറി എടുക്കുമായിരുന്നു. ലോട്ടറി അടിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു. തൻ്റെ ലൈഫിൽ ഇത് കാരണം ഒത്തിരി പരാജയങ്ങളാണ് ഉണ്ടായത്. ഇത് വൈകിട്ട് നോക്കുമ്പോൾ ലോട്ടറി അടിക്കത്തില്ല. ആ ഷോപ്പിൽ കൊടുക്കേണ്ട അല്ലെങ്കിൽ ആ ഏജൻസിയിൽ കൊടുക്കേണ്ട പണം താൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിക്കൊടുക്കുന്ന ഒരു സ്ഥിതിയായി. അങ്ങനെ വീട് കടക്കണിയിലായി. വീട്ടിൽ ഒന്നും കൊടുക്കുന്ന ഒരു ശീലമില്ലാതെയായി. തനിക്ക് കഴിയുന്നില്ല. താൻ 5000 രൂപയോളം ചിലവാക്കി ലോട്ടറി എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ആ വ്യക്തി എത്രത്തോളം അതിന് അടിമത്തമായിരിക്കുന്നു എന്ന് ചിന്തിച്ചാട്ടെ. ഒരുപക്ഷെ അദ്ദേഹം പ്രതീക്ഷയോടെ ആയിരിക്കും ഇന്ന് അതിലൊരു നല്ല കാര്യം ഉണ്ടാകും അല്ലെങ്കിൽ ആ ലോട്ടറി അടിക്കും എന്ന ചിന്തയിലായിരിക്കും താൻ എടുക്കുന്നത്. പക്ഷേ ആത്മഹത്യയുടെ വക്കിലേക്ക് അത് തന്നെ കൊണ്ടുപോകാനിടയായി. ഈ ബ്രദർ പറയുന്നത് നാട്ടിലുണർവ് നടക്കുന്ന സമയത്ത് താനും ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു. കർത്താവ് പൂർണ്ണമായിട്ട് ഈ ബ്രദറിനെ വിടുവിച്ചു. അന്നു മുതൽ ലോട്ടറി എടുക്കുന്ന ശീലത്തിൽ നിന്ന് ഞാൻ പുറത്തു വന്നു. അതോടൊപ്പം തന്നെ വീടിൻ്റെ സ്ഥിതികൾ മാറി. വീട് പതുക്കെ കർത്താവിനാൽ പണിയപ്പെടുവാനിടയായി. കർത്താവ് ചെയ്യുന്ന കൃപ എത്ര വലുതാണ്. നമുക്ക് ആ സാക്ഷ്യമൊന്ന് കാണാം. എന്നെ കാണുന്ന നിങ്ങളിൽ ചിലപ്പം ലോട്ടറി എടുക്കുന്നവരായിരിക്കത്തില്ല, മറ്റ് ചില കാര്യങ്ങളിലായിരിക്കാം നിങ്ങളുടെ പണം പോകുന്നത്. പ്രതീക്ഷയോടെ ചിലത് ചെയ്യുന്നതായിരിക്കാം. ചിലർ മദ്യത്തിനായിരിക്കാം തൻ്റെ കൈകളിൽ കിട്ടുന്നത് കൊടുക്കുന്നത്, ലഹരികൾക്കായിരിക്കാം, അല്ലെങ്കിൽ ചില ആളുകൾക്ക് വാഹനം എടുക്കുന്നത് കമ്പമാണ്. നമ്മളറിയാതെ നമ്മുടെ കൈകളിൽ നിന്ന് പണം അപഹരിക്കുകയാണ് ചെയ്യുന്നത്. ഏത് മേഖലയാണെങ്കിലും ഇന്ന് അതിന്മേലൊരു ഡെലിവറൻസ് ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ കൃപയിൽ നമുക്കായിരിക്കാം. നമുക്ക് ആ സാക്ഷ്യത്തിലേക്ക് പോകാം. പന്ത്രണ്ട് വർഷം കൊണ്ട് തുടങ്ങിയ ഒരു ശീലം, അതായത് ഭാഗ്യ പരീക്ഷണം, ലോട്ടറി ടിക്കറ്റ് എടുപ്പ്, അത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളെ കൊണ്ടുവന്നു. സാധനങ്ങൾ മേടിച്ചു കൊണ്ടിടും, ഞാനിതെല്ലാം വിറ്റുപറക്കിയെടുത്ത് വീണ്ടും ലോട്ടറി ടിക്കറ്റിലോട്ട് പോകും. രാവിലെ സിലിണ്ടർ കയറ്റി പോയി കഴിഞ്ഞാൽ ആദ്യം വിൽക്കുന്ന കാശെടുത്ത് 1000, 2000, 3000, 4000, 5000 രൂപയ്ക്ക് വരെ ഒരു ദിവസം ലോട്ടറി ടിക്കറ്റ് എടുക്കും. 4 മണിയാകുമ്പോൾ റിസൾട്ട് എടുത്ത് നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല. ഞാൻ വലിയ പരിഭ്രാന്തനായി വ്യാകുലപ്പെട്ട് നെഞ്ചിനകത്തൂടെ തീ കയറി. പിന്നെ പലരെയും ഞാൻ വിളിച്ച് ഫോൺ ചെയ്ത് കടം വാങ്ങിച്ച് ഞാൻ ഈ പൈസ കൊണ്ട് കമ്പനിയിൽ അടയ്ക്കാൻ വേണ്ടി കടങ്ങൾ മേടിച്ച് അവിടെ കൂടുതൽ കടം ആകുമ്പോൾ അവർ വഴക്ക് പറയും. ആ വഴക്ക് പറയുന്നതും കേട്ട് എൻ്റെ ഭാര്യ വീട്ടിൽ ആഹാരങ്ങൾ ഉണ്ടാക്കി വെക്കും. 1 വട്ടമല്ല 2 വട്ടമല്ല, പല വട്ടം ആത്മഹത്യയുടെ വക്കിലേക്ക് ഞങ്ങൾ എത്തി.
ഇനി നമ്മളോട് തൻ്റെ സാക്ഷ്യം പറയുന്നത് സെൽവൻ ബ്രദറാണ്. ശ്രീകാര്യം മലത്ര എന്ന് പറയുന്ന സ്ഥലത്താണ് സെൽവൻ ബ്രദർ താമസിക്കുന്നത്. നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഒരു അസാധാരണമായ സാക്ഷ്യമാണ് സെൽവൻ ബ്രദർ നമ്മളോട് പറയാനുള്ളത്. പറഞ്ഞാട്ടെ ബ്രദറെ. സഹോദരങ്ങളെ, ഞാനിപ്പോൾ ഈ ചർച്ചിൽ കടന്നു വരാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 2.5 വർഷത്തോളമായി. ഒരുപാട് സൗഖ്യവും വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ സാക്ഷ്യവും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സാക്ഷ്യം എനിക്ക് പറയാതെ ഒരിക്കലും മുമ്പോട്ട് വയ്ക്കാൻ കഴിയത്തില്ല. അത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യമാണ്. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഉള്ളൂരുള്ള ഡിവൈൻ ഗ്യാസ് ഏജൻസിയിലാണ് 25 വർഷത്തോളം കൊണ്ട് ഗ്യാസ് ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ 12 വർഷം കൊണ്ട് തുടങ്ങിയ ഒരു ശീലം, അതായത് ഭാഗ്യ പരീക്ഷണം, ലോട്ടറി ടിക്കറ്റ് എടുപ്പ്, അത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളെ കൊണ്ടുവന്നു. അതായത് ഞങ്ങൾക്കൊരു കടയൊക്കെ ഉണ്ടായിരുന്നു. ആ കടയൊക്കെ ഈ ലോട്ടറി ടിക്കറ്റ് എടുപ്പ് മൂലം ഇടയ്ക്ക് അടച്ചു പൂട്ടേണ്ട സാഹചര്യം വരും. വീണ്ടും വീട്ടുകാർ കടങ്ങൾ മേടിച്ച് വീണ്ടും സാധനങ്ങൾ മേടിച്ചു കൊണ്ടിടും. ഞാനിതെല്ലാം വിറ്റുപറക്കിയെടുത്ത് വീണ്ടും ലോട്ടറി ടിക്കറ്റിലോട്ട് പോകും. രാവിലെ സിലിണ്ടർ കയറ്റി പോയി കഴിഞ്ഞാൽ ആദ്യം വിൽക്കുന്ന കാശെടുത്ത് 1000, 2000, 3000, 4000, 5000 രൂപയ്ക്ക് വരെ ഒരു ദിവസം ലോട്ടറി ടിക്കറ്റ് എടുക്കും. ഉച്ച കഴിയുമ്പോൾ ഈ കമ്പനിയിൽ കൊണ്ടടയ്ക്കാനായിട്ട് കാശ് കാണത്തില്ല. 4 മണിയാകുമ്പോൾ റിസൾട്ട് എടുത്ത് നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല. ഞാൻ വലിയ പരിഭ്രാന്തനായി വ്യാകുലപ്പെട്ട് നെഞ്ചിനകത്തൂടെ തീ കയറി. പിന്നെ പലരെയും ഞാൻ വിളിച്ച് ഫോൺ ചെയ്ത് കടം വാങ്ങിച്ച് ഞാൻ ഈ പൈസ കൊണ്ട് കമ്പനിയിൽ അടയ്ക്കാൻ വേണ്ടി ഒരുപാട് വീട്ടിൽ നേരെ ചൊവ്വേ ഞാൻ കാശ് കൊണ്ട് കൊടുക്കത്തില്ല. അടുത്ത കടയിൽ പോയി അവർ വീട്ടിൽ ആഹാരം ഉണ്ടാക്കാനായിട്ട് സാധനങ്ങൾ കടങ്ങൾ മേടിക്കും. കടങ്ങൾ മേടിച്ച് അവിടെ കൂടുതൽ കടം ആകുമ്പോൾ അവർ വഴക്ക് പറയും. ആ വഴക്ക് പറയുന്നതും കേട്ട് എൻ്റെ ഭാര്യ വീട്ടിൽ ആഹാരങ്ങൾ ഉണ്ടാക്കി വെക്കും. പലവട്ടം, ഒരു വട്ടമല്ല 2 വട്ടമല്ല, പലവട്ടം ആത്മഹത്യയുടെ വക്കിലേക്ക് ഞങ്ങൾ എത്തി. ആ ആത്മഹത്യയിൽ വക്കീലെത്തിയപ്പോഴും എൻ്റെ അരുമനാഥൻ ഞങ്ങളെ കുടുംബത്തോടെ കരുതി. ആ ദൈവത്തിനൊരു ഹാലേലൂയ പറയൂ, ഹാലേലൂയ. അതുപോലെ തന്നെ എൻ്റെ വാഹനം പിക്കപ്പ് വാൻ 2 വർഷത്തോളം ടെസ്റ്റ് മുടങ്ങി, ഇൻഷുറൻസ് മുടങ്ങി, ഞാൻ ഓടിക്കൊണ്ടേയിരുന്നു. എൻ്റെ ചിന്ത രാവിലെ ആകുമ്പം ഇതേപോലെ 1000, 2000, 4000, 5000 രൂപയ്ക്ക് ലോട്ടറി ടിക്കറ്റ് എടുപ്പാണ് എൻ്റെ ജോലി. പലരെയൊന്നും കടങ്ങൾ വാങ്ങി. ഇതെല്ലാം നമുക്ക് കിട്ടുന്നതിൽ നിന്ന് സ്വരൂപിച്ച് വെച്ച് ഇതൊന്നും ചെയ്യാൻ കഴിയാഞ്ഞത് കൊണ്ടല്ല. എൻ്റെ ചിന്ത ഇതാണ്. ഈ 2 വർഷം നമ്മൾ വാഹനങ്ങൾ കൊണ്ട് നടക്കുന്ന പലർക്കും അറിയാം ഇൻഷുറൻസ് മുടങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്നു. ഈ 2 വർഷത്തോളം ഈ ടെസ്റ്റുകൾ മുടങ്ങി ഇൻഷുറൻസ് എടുക്കാതെ വാഹനം കൊണ്ടുപോയപ്പോൾ എൻ്റെ അരുമനാഥൻ അവിടെ പോലും ഒന്നും വരാതെ കാത്തു, ഒരു അപകടം വരാതെ കാത്തു, നമ്മളെ കുടുംബത്തെ കരുതി. ആ ദൈവത്തിന് ഹാലേലൂയ, നമുക്കൊരു ഹാലേലൂയ പറയാം കേട്ടാ. അതേപോലെ നമ്മുടെ നാട്ടിലെ ഉണർവ് 23-ാം തീയതി തേക്കമ്പട്ടിൽ വെച്ച് നടന്ന നാട്ടിലെ ഉണർവ്, ഇത് മുഖാന്തരം നമ്മൾ എത്ര കുടുംബങ്ങൾ ഇത് ദുരിതമനുഭവിക്കുന്ന മദ്യപാനത്താലും ഈ ലോട്ടറി ടിക്കറ്റ് മുഖാന്തരം ആവാലും ഒരുപാട് പ്രശ്നങ്ങളിൽ ഒരുപാട് കുടുംബങ്ങൾ കടന്നു പോകുന്നുണ്ട്. എൻ്റെ ഈ വിടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഭാഗ്യമായാണ് ഞാൻ കരുതുന്നത്. നമ്മൾ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് വെച്ചിട്ട് 3 മണിക്ക് നറുക്കെടുക്കും, 4 മണിക്ക് നമുക്കതിൻ്റെ ഫലം അറിയാം. പക്ഷേ ആ ഫലം അറിയുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സ് നമ്മുടെ യഹോവയിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ അത് മുതൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. ആ സമയം മുതൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. 23-ാം തീയതി അവിടെ വെച്ച് നടന്ന നാട്ടിലെ ഉണർവ്, തേക്കമ്പുട്ടിൽ വെച്ച് നടന്ന നാട്ടിലെ ഉണർവ്, അന്ന് ആ ഹാളിൽ കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പ്രസൻസ് വ്യാപിക്കുകയാണ്, വാർഷിപ്പും എല്ലാം. അപ്പോൾ ജിജോ ബ്രദറായിരുന്നു മെസ്സേജ്. അടിമത്തങ്ങൾ, നമ്മളുടെ മേൽ അടിച്ചമർത്തി വച്ചിരിക്കുന്ന അടിമത്തങ്ങൾ, അതെൻ്റെ മനസ്സിനെ തൊടാൻ തുടങ്ങി. അതായത് പിശാച് നമ്മളുടെ മേൽ അടിച്ചേൽപ്പിച്ച് വെച്ചിരിക്കുന്ന അടിമത്തങ്ങളെന്ന് ഇതെനിക്ക് മനസ്സിലായി. പിശാചിൻ്റെ ലക്ഷങ്ങൾ രൂപയാണ് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നത് ഈ 12 വർഷം കൊണ്ട്. അതിൽ നിന്ന് എന്നെ വിടുവിച്ച ദൈവത്തിന് നമുക്ക് ലക്ഷങ്ങൾ പെയ്യാനൊന്നും എനിക്ക് ഒരു സങ്കടവുമില്ല. പക്ഷേ എൻ്റെ അപ്പൻ എന്നെ വിടുവിച്ചാൽ എന്നെ പിടിച്ച് കരകയറ്റി. സിലിണ്ടർ അവിടെ തേക്കമ്പോട് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് ജിജോ ബ്രദർ പ്രാർത്ഥിച്ചു, അടിമത്തങ്ങളിൽ നിന്ന് ജനങ്ങൾ വിടുവിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ സമയത്ത് അതിൽ നിന്ന് വിടുതലുണ്ടായി. ഇപ്പൊ ഏകദേശം 1 മാസമായി. ഈ 1 മാസമായിട്ട് ഇതുവരെ പിന്നീട് ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ടില്ല. എന്നിട്ട് 1-2 പേരൊക്കെ ഇതുപോലെ പറഞ്ഞു, 1-2 ഒക്കെ എടുക്കാം, അതിന് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു 1-2 എടുക്കേണ്ട കാര്യമില്ല. എൻ്റെ അപ്പൻ പകുതിയായിട്ട് മുറിച്ച് സൗഖ്യങ്ങളും വിടുതലും കൊടുക്കത്തില്ല. അവൻ കൊടുത്താൽ പൂർണ്ണമായിട്ട് കൊടുത്തിരിക്കും. ഹല്ലേലൂയ, അതാണ് നമ്മുടെ അപ്പൻ. ഹല്ലേലൂയ, ആ അപ്പനെ നന്ദി അർപ്പിക്കാം. ഹല്ലേലൂയ.
ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. ഒരിക്കൽ ലോട്ടറിയിൽ നിന്നും ദൈവം മോചിപ്പിച്ചു. വീണ്ടും ഒരെണ്ണം എടുത്താൽ പിന്നെ നേരത്തെ 1000 മുതൽ 5000 വരെയാണ് ഒരു ദിവസം എടുത്തുകൊണ്ടിരുന്നത്. രണ്ടാമത് വീണ്ടും അതിൽ കുടുങ്ങിയാൽ ആ ലെവലിൽ നിൽക്കത്തില്ല, അതിനപ്പുറം കിടക്കും. അതില്ലാതെ ദൈവം ഈ ബ്രദറിനെ കാത്തു. ഇതൊരു ചെറിയ സാക്ഷ്യമല്ല സഹോദരങ്ങളെ. കാരണം നമ്മളുടെ ചെറിയ ചെറിയ പ്രോഗ്രാമാണ് നാട്ടിലെ ഉണർവ്. പക്ഷെ എത്ര മനുഷ്യരാണ് അതുമൂലം വിടുവിക്കപ്പെടുന്നത്, എത്ര പേരാണ് അതിലൂടെ അനുഗ്രഹം പ്രാപിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇന്നിവിടെ ആയിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, നാട്ടിലെ ഉണർവ് എന്ന് പറയുന്നത് നമ്മൾ അധികം വലിയൊരു ക്രൗഡൊന്നുമല്ല. പക്ഷെ സാധിക്കുന്നവരെല്ലാം അതിൽ പങ്കെടുക്കണം. ഇതുപോലെ പ്രശ്നങ്ങളുള്ളവരെ അവിടെ കൂട്ടിക്കൊണ്ടുവരണം. ദൈവം നിശ്ചയമായിട്ടും വിടുവിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കുടുംബത്തിൽ കൊണ്ടു ചെല്ലേണ്ട നന്മകൾ അത് കുടുംബത്തിലെത്താതെ അത് വല്ലവരുടെയും കയ്യിൽ അന്യാധീനപ്പെട്ടു പോവുക. 1000 മുതൽ 5000 വരെ രൂപയുടെ ടിക്കറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ആ കുടുംബം പിന്നെ നശിച്ചു പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പക്ഷെ കർത്താവ് കാത്തു. കടമായി ബ്രദർ പറഞ്ഞ കേട്ടപ്പോൾ എനിക്ക് തന്നെ സങ്കടമായി. ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു. സാമാന്യം വരുമാനം കാണും, പക്ഷേ അതെല്ലാം ഇങ്ങനെ ദുർവ്യയം ചെയ്ത് ഇല്ലാതാക്കി കുടുംബത്തെ നശിപ്പിക്കുന്ന ആ ദുഷ്ടൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് നമ്മൾ ബോധമുള്ളവരായിരിക്കണം. ചില അഡിക്ഷൻസ് കൊണ്ടുവരും. മദ്യപാനം, മയക്കുമരുന്ന്, ലോട്ടറി ടിക്കറ്റ്, മൊബൈൽ അഡിക്ഷൻ, ഇങ്ങനെ ഒരുപാട് അഡിക്ഷൻസ് ഉണ്ട്. ഇതിൽ നിന്നെല്ലാം നമ്മളെ വിടുവിക്കുന്നവനാണ് കർത്താവ്. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഇതുപോലുള്ള ഒരു അഡിക്ഷനിലാണെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കാൻ ഒരു മരുന്നുണ്ട്. ആ മരുന്നിൻ്റെ പേര് യേശു കർത്താവ് എന്നാണ്. ആ യേശുവിന് ചെയ്യാൻ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. ഏത് വലിയ അഡിക്ഷൻ ആണെങ്കിലും ആ അഡിക്ഷനിൽ നിന്ന് കർത്താവ് നിങ്ങളെ മോചിപ്പിക്കും. എൻ്റെ ജീവിതത്തിൽ എനിക്കും പറയാനുണ്ട്. ഞാനും അത്യാവശ്യം മദ്യപിക്കുന്ന വ്യക്തിയായിരുന്നു. പുകവലി അസാധ്യമായ അഡിക്ഷനായിരുന്നു. ഒരു ദിവസം 100 സിഗരറ്റ് കൂടുതൽ വലിക്കുമായിരുന്നു. ഞാൻ നോക്കിയിട്ട് എനിക്കത് അതിൽ നിന്ന് മോചനം ഉണ്ടായില്ല. ഈ ബ്രദറിനെ, ഷെൽവൻ ബ്രദറിനെ രക്ഷിച്ച ദൈവം ഒരു ദിവസം കൊണ്ട്, ഒരു നിമിഷം കൊണ്ട് എന്നെ അതിൽ നിന്ന് വിടുവിച്ചു. അങ്ങനെയെങ്കിൽ നമ്മളെല്ലാവരെയും ഏതെല്ലാം അഡിക്ഷനാണോ, എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ളത്, അത് കർത്താവിൻ്റെ കൈകളിൽ കൊടുത്താൽ മതി, അവൻ നമ്മളെ വിടുവിക്കും. ഓക്കെ ബ്രദറെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ബ്രദർ. അടിമത്തം ഒരാളെ ഇല്ലാതാക്കുന്നത് എത്രത്തോളമാണെന്ന് വിചാരിച്ചാട്ടെ. ഒരു വീടിനെ തകർത്ത് കളഞ്ഞു, മരണത്തിൻ്റെ വക്കിൽ വരെ അവരെത്തുവാനിടയായി. എന്നാൽ കർത്താവിൻ്റെ കരം അവരെ അതിൽ നിന്ന് പിടിച്ചു കയറ്റിയപ്പോൾ തൻ്റെ ലൈഫിൽ ഇതുവരെ ഇല്ലാത്ത അനുഭവത്തിലേക്ക് വന്നു. സന്തോഷത്തിലേക്ക് വന്നു. പ്രതീക്ഷിക്കാൻ കഴിയാത്ത ആ അനുഗ്രഹത്തിലേക്ക് വന്നു. തനിക്ക് കിട്ടിയത് മുഴുവൻ ലോട്ടറി എടുത്തുകൊണ്ടിരുന്നത് ഒരിക്കൽ രക്ഷപ്പെടുമെന്ന് ചിന്തിച്ചിട്ടാണ്. പക്ഷേ ഒരു ലോട്ടറിയും ഇല്ലാതെ കർത്താവിൻ്റെ കൃപയിലായിരിക്കുന്ന ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്തുവാൻ തക്കോണം കർത്താവിന് കഴിയുമെന്ന ഉറപ്പിലേക്കും വിശ്വാസത്തിലേക്കും ആ കുടുംബം വരുവാനിടയായി. ഇന്നെന്നെ കാണുന്ന ആരെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് പറയുന്നുണ്ടോ? അയ്യോ ആരും സഹായത്തിനില്ല എന്ന് പറയുന്നുണ്ടോ? നിങ്ങളായിരിക്കുന്ന സാഹചര്യം ഏതു തന്നെയാണെങ്കിലും അവിടെ കർത്താവിനെ ക്ഷണിച്ചാട്ടെ. ഹല്ലേലൂയ. നന്ദി പറയുന്ന കർത്താവെ, എന്നെ കാണുന്ന കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ ചലിക്കണമപ്പാ. കർത്താവെ, ഇവരുടെ പണം അപഹരിക്കുന്ന എല്ലാ ശത്രുവിൻ്റെ തന്ത്രങ്ങളും ഇവരുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകട്ടെ അപ്പാ. മാറിപ്പോകട്ടെ അപ്പാ. മാറിപ്പോകട്ടെ അപ്പാ. മാറിപ്പോകട്ടെ അപ്പാ. കർത്താവെ, സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക്, നന്മയുടെ അനുഭവത്തിലേക്ക്, കർത്താവെ നീക്കിയിരുപ്പിൻ്റെ അനുഭവത്തിലേക്ക് കർത്താവെ ഈ കുടുംബങ്ങൾ വരട്ടെ അപ്പാ. ഈ കുടുംബങ്ങൾ വരട്ടെ അപ്പാ. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ വലിയ സൗഖ്യമുണ്ടാകട്ടെ അപ്പാ. അത്ഭുതങ്ങളുണ്ടാകട്ടെ അപ്പാ. നന്ദി പറയുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ. എനിക്കൊരു വ്യക്തിയെ കാണാം. ആ വ്യക്തിയുടെ താടിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളകുന്ന പോലത്തെ പ്രയാസമാണ്. ചില സമയത്ത് അവിടെ ഭയങ്കര വേദനയാണ്. ആ വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. ഹല്ലേലൂയ. അതേപോലെ തന്നെ എനിക്കൊരു വ്യക്തിയെ കാണാം. എപ്പോഴും തൊണ്ടയിൽ ഇൻഫെക്ഷനാണ്. കർത്താവേ, ആ വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ സൗഖ്യം ചലിക്കട്ടെ അപ്പാ. കുടലുകളിൽ പ്രയാസമാണ്. ആ വ്യക്തി സൗഖ്യമാകട്ടെ അപ്പാ. യേശുവേ, നിൻ്റെ വലിയ സ്നേഹത്തിനായി നന്ദി പറയുന്നു. ഈ കാണുന്ന കുടുംബങ്ങളിലെല്ലാം അത്ഭുതങ്ങളുണ്ടാകണമപ്പാ. അവിടുത്തെ സ്നേഹത്തിൻ്റെ നിറവിനായി സ്തോത്രം. സ്വർഗീയ പിതാവേ, അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ
വലിയ കൃപയിലും നന്മയിലുമൊക്കെ നമുക്കായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.